നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തോറ്റുപോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം രാജിവെക്കണം. അല്ല, ലോകായുക്തയുടെ കാര്യമാണ് എങ്കിൽ രാജിവെക്കണം എന്നുള്ള അഭിപ്രായക്കാരനെയാണ്. വെക്കണം. കാരണം എന്താ വെച്ചാൽ, ഒന്ന്, കേരളം മുഴുവൻ നോക്കേണ്ടിരുന്നൊരു വിഷയമാണ്. പല കാരണങ്ങളുമുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പാടെ കേന്ദ്രം തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെ അതെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രപതിയുടെ കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനമാണ്. അതാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മോദി എന്ത് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കുറേ കൂടി അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമാണ് രാഷ്ട്രപതി അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. നമുക്കറിയാം, ഗവർണറും രാഷ്ട്രപതിയും ഒക്കെ തന്നെ ഒരു പരിധിവരെ സ്വതന്ത്രമായിട്ട് നിലപാടുകൾ എടുക്കാനായിട്ടുള്ള സാധ്യതകളുള്ള ആളുകളാണ്. പക്ഷേ നമ്മുടെ ഒരു ഭരണഘടനാ സംവിധാനത്തിൻ്റെ പുറത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യ അധിപൻ എന്ന് പറയുന്ന ഗവർണറാണ്, കേന്ദ്രത്തിൻ്റെ മുഖ്യ അധിപൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയുമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് രണ്ട് സ്ഥലത്തും. പക്ഷേ നമുക്കറിയാം, അത് നാമമാത്രമാണ്, അല്ലെങ്കിൽ കടലാസ് കേന്ദ്രീകൃതമാണ്. കാരണം ഇവർ സമ്പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള മുഖ്യമന്ത്രിയും മന്ത്രിസഭയാണ്. മന്ത്രിസഭയ്ക്കാണ് അതിൻ്റെ അധികാരം. കേന്ദ്രവും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭയുടെ നേതാവ് എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രിയുമാണ് ഈ കാര്യത്തിലേക്ക്. മന്ത്രിസഭയുടെ തീരുമാനങ്ങളാണ് രാഷ്ട്രപതിയും അംഗീകരിക്കേണ്ടത്. ഇപ്പോൾ ഇവർ രണ്ടുപേരുടെയും പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരേപോലെയാണ് എന്ന് നമുക്കറിയാം. അത് ഈ നിയമ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് ലോ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പ്രമാണമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപതിക്ക് വിപുലമായ അധികാരങ്ങളുണ്ട്. എന്നിട്ട് പറയുന്നൊരു എക്സാമ്പിൾ, അത് മാർക്കസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രൊഫസർ പറഞ്ഞ ഉദാഹരണം എൻ്റെ ഓർമ്മയിലുണ്ട്. രാഷ്ട്രപതിയുടെ മുന്നിൽ ഒരു മെഷീൻ ഗൺ വെച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈകൾ കെട്ടിയിരിക്കുകയാണ്. അതാണ് രാഷ്ട്രപതിയുടെ പൊസിഷൻ. അതെ, ഗവർണറുടെയും സ്ഥിതി അതാണ്. പക്ഷേ നമ്മളുടെ ഗവർണർ അതൊക്കെ മറികടന്ന് ഒരുപാട് നാടകങ്ങൾ കളിക്കുകയും കൊച്ചുപിച്ചാത്തിയൊക്കെ എടുക്കുന്നുണ്ട്. അതെ, സത്യം ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നു. കാരണം അദ്ദേഹം വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. ഒരിക്കലും അദ്ദേഹം തെരുവിലിറങ്ങാൻ പാടില്ലാത്തതാണ്. പക്ഷേ അദ്ദേഹം അതൊക്കെ ചെയ്യാൻ ആളുകൾക്ക് ഇഷ്ടമാണത്. വേറെ വശമുണ്ട് പക്ഷേ, അതായത് നമ്മൾ പണ്ട് സുരേഷ് ഗോപി സിനിമകളുടെ കയ്യിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് വെള്ളിത്തെരയിൽ ഒരാൾ ചെയ്യുകയാണ്. അപ്പോൾ കേരളത്തിലെ ഒരു ഭരണകൂടം വല്ലാതെ ദുഷിച്ച് അധാർമികമായും ഭരണഘടനാ വിരുദ്ധമായും ഒക്കെ പ്രവർത്തിക്കുന്നു തോന്നുമ്പോൾ ഒരു ഗവർണർ സഖികെട്ട് ജനങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നതാണ് എന്ന് വന്നുകൂടെ? അല്ല, ആ ഒരു സ്പേസിലാണ് അദ്ദേഹത്തിന് കയ്യടികൾ കിട്ടിയിരുന്നത് എന്നുള്ള കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായിട്ട് ഗവർണർ മാറി. പ്രതിപക്ഷത്തെക്കാൾ ഭംഗിയായിട്ടുള്ള രീതിയിൽ പ്രതിപക്ഷം ചെയ്യേണ്ട പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് പലപ്പോഴും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള അംഗീകാരം കിട്ടുന്നത്. നമ്മൾ പക്ഷേ ഭരണഘടനാ സംവിധാനങ്ങളും ഭരണഘടനയൊക്കെ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ മെഷീൻ ഗണ്ണിൻ്റെ മുന്നിൽ കൈകെട്ടിയിരിക്കേണ്ട ഒരാൾ തന്നെയാണ് ഗവർണറും രാഷ്ട്രപതിയും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർക്ക് നമ്മൾ പൊതുവെ എന്ത് ചെയ്തിരിക്കുന്നുണ്ട്, വെറുതെ കൈകെട്ടിരിക്കുകയല്ല, കൈകൾ കയറുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. പക്ഷെ പൊതുവെ നമ്മൾ അവർക്ക് വലിയ അംഗീകാരം നൽകുന്നത്. കാരണം പ്രഥമ പുരുഷൻ എന്ന നിലക്കോ അല്ലെങ്കിൽ പ്രഥമ വനിത എന്ന നിലക്കോ ആണ് അവരെ പരിഗണിക്കുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അവരൊക്കെ അവരുടേതായിട്ടുള്ള ഒരു നിയന്ത്രണ രേഖ, അതിനപ്പുറത്തേക്ക് കിടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ലോകായുക്തയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. വളരെ കൃത്യമായിട്ട് ആദർശാത്മകമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുകയും ആ നിലപാടിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ താൻ പോവുകയും ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ഗവർണറാണ് ഏതറ്റം വരെ പോയിട്ടും തോറ്റ് തുന്നം പാടിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളത് രാജിവെക്കണം എന്ന് പറയണമെന്നുള്ള അഭിപ്രായക്കാരാണ്. കാരണം ഇത്തരത്തിലുള്ള വലിയൊരു പരാജയം സംഭവിച്ച സാഹചര്യത്തിൽ ഗവർണർ എന്തിന് പിന്നെ അവിടെ ഇരിക്കണം? ഗവർണർ രാജിവെക്കണം. കാരണം അദ്ദേഹത്തെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന കേന്ദ്രം അദ്ദേഹത്തെ തള്ളി. നിലപാട് തെറ്റാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നിലപാട്. അത് വേറൊരു വ്യാഖ്യാനമുണ്ട്. കാരണം ഗവർണർക്ക് ഒരു കാര്യത്തിൽ സംശയമുണ്ട്. സംശയം ദൂരീകരിക്കാൻ രാഷ്ട്രപതിക്ക് അയച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായമില്ല. കാരണം നമ്മൾ ആലോചിക്കണം, ഇതിന് രണ്ട് തലയുള്ളൊരു വാളാണ് ഈ ലോകായുക്ത ബില്ല്. കാരണം കേരളത്തിൽ നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ അഴിമതിക്കാരെ ആരെയും മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വളരെ വിപുലമായ അധികാരമുള്ള ഒരു ബില്ല് കൊണ്ടുവന്നു. അത് ഇടതുപക്ഷ സർക്കാർ CPM തന്നെയാണ് കൊണ്ടുവന്നത്. അതേ CPM തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ലോകായുക്ത കുറ്റക്കാരെന്ന് കണ്ടാൽ പോലും നിയമസഭയ്ക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കുറ്റവിമുക്തരാക്കാം. കുറ്റവാളിയാണെന്ന് വിധിക്കപ്പെട്ട ആൾക്ക് തന്നെ സ്വയം കുറ്റവിമുക്തരാകാൻ പറ്റുന്ന തരത്തിലേക്ക് വെള്ളം ചേർത്തൊരു ബില്ല് കൊണ്ടുവന്നു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു നിലപാടിലുള്ള മാറ്റമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിന് തങ്ങൾ ജയിലിൽ പോകുമോ അധികാരഭ്രഷ്ടരാകുമോ എന്നുള്ള ഭയമുണ്ടാവാം. എന്തായാലും അങ്ങനെ ബില്ല് വന്നു. അപ്പോൾ ആദർശപരമായി എനിക്ക് സംശയമുണ്ട്. ഇത് ആദർശപരമായി മാത്രമല്ല, നിയമപരമായും എനിക്ക് സംശയമുണ്ടെന്ന് കരുതി ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുന്നു. രാഷ്ട്രപതി അത് ക്ലിയർ ചെയ്യുന്നു. എന്തിന് ഗവർണർ രാജിവെക്കണം?
അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ചോദ്യം വരാം. പക്ഷേ നമ്മൾ ഗവർണറെ വിലയിരുത്തുന്നത് ഗവർണർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഒന്നുകൂടെ അടിക്കട്ടെ, ഗവർണർ ഒരിക്കലും ഈ ബില്ല് നിയമവിരുദ്ധമാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ബില്ല് ഞാൻ ഒപ്പിടില്ല, എനിക്ക് സംശയങ്ങളുണ്ട്, ഞാൻ രാഷ്ട്രപതിക്ക് അയക്കുന്നതാണ്. അതേസമയം ഇത് നിയമവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണെന്നുള്ള സ്റ്റാൻഡ് ഗവർണർ എടുത്തതെങ്കിൽ ഗവർണർ രാജിവെക്കണം എന്ന് പറയാമായിരുന്നു. ശരിയല്ലേ? അതെ, ഞാൻ പറയുന്നത് ഗവർണറുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് നമ്മൾ ഗവർണറുടെ ഒരു പൊസിഷനെ വിലയിരുത്തിക്കൊണ്ട് അങ്ങനെ ക്ഷീണമാണെന്നുള്ള തർക്കമാണ്. അങ്ങനെ ഒരു രഹസ്യം ചോദിക്കട്ടെ, പിണറായിക്ക് മോദി ഉണ്ട് അല്ലേ? അല്ല, തീർച്ചയായിട്ടും അത് പിണറായി മോദിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. പിണറായി ഒരു ഭരണവർഗ പ്രതിനിധിയാണ്, മോദിയും ഒരു ഭരണവർഗ പ്രതിനിധിയാണ്. നേരത്തെ സുനിൽ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് വരുന്നു. ഈ കേരളത്തിൽ മാത്രം ഒരു മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പീഡിപ്പിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും മറ്റൊരു സംസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയ പോലുള്ള വ്യവസ്ഥയില്ല. പിണറായി പറയുന്നതിനകത്തൊരു ന്യായമുണ്ട്, ഒരു അനീതിയുണ്ട്. കാരണം കേരളത്തിൽ മാത്രം ലോകായുക്ത നിയമപ്രകാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുറത്തു കൊണ്ടുവരുന്നത്, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ആ സ്ഥിതിയില്ല. അപ്പോൾ ഒരു വിവേചനം കേരള മുഖ്യമന്ത്രി മാത്രം എന്തിന് അനുഭവിക്കണം എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ആ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതെ, അതിൽ ന്യായമുണ്ട്. അത് ഭരണവർഗം എന്ന നിലക്ക് പിണറായിയും മോദിയും ഒരേ രീതിയിൽ തന്നെയായിരിക്കും അത് കാണുന്നത്. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് CPM അത് കൊണ്ടുവന്നു, എന്തുകൊണ്ട് നായനാർ അന്ന് അങ്ങനെ പ്രഖ്യാപിച്ചു, എന്തുകൊണ്ട് കേരളം കൈയടിച്ചു? CPM മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആദർശാത്മക രാഷ്ട്രീയത്തിന്റെ നിലപാടായിരുന്നു ശരിക്കും. പക്ഷേ ആദർശാത്മക രാഷ്ട്രീയത്തിന്റെ നിലപാടാണെങ്കിൽ പോലും ഏത് മന്ത്രിക്കെതിരെയും ആരോപണങ്ങൾ വരാം എന്നുള്ളതും ആ ആരോപണങ്ങളെ വേണമെങ്കിൽ ലോകായുക്തക്ക് അത് സ്വീകാര്യമായി തോന്നുകയും മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും. KT ജലീൽ അതിനൊരു ഉദാഹരണമാണ്. അതെ, KT ജലീലിനെ സംഭവിച്ചത് കൊണ്ടാണ് പിണറായി ഭയപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. കാരണം അത് ഇനി നേരെ പിണറായിക്കെതിരെയും വേണമെങ്കിൽ വരാം. അങ്ങനെ ഇന്ത്യയിലെ ലോകായുക്ത വിധിയുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കപ്പെട്ട ആദ്യത്തെയും എന്നത്തെയും എപ്പോഴത്തെയും മുഖ്യമന്ത്രിയായിട്ട് വേണമെങ്കിൽ പിണറായി വരാം. പിണറായി മാത്രമേ ഉണ്ടാവുള്ളൂ. വേറൊരു സംസ്ഥാനത്തും വേറൊരു വിധി വന്നാൽ അവർ രാജിവെക്കണ്ട. അവർക്ക് അതിനുള്ള പിണറായിയുടെ കേസിൽ ന്യായമുണ്ട്, നീതിയുണ്ട്. ഇത് വളരെ ജസ്റ്റാണ് ആ രീതിയിൽ. പക്ഷെ നമ്മൾ ആദർശാത്മകമായിട്ട് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം പിന്നീട് പിൻവലിക്കുമ്പോൾ ആളുകൾക്ക് എന്തെന്ന് തോന്നുന്നു, അവരാദർശം വിഴുങ്ങിയെന്ന് തോന്നുകയാണ്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ വളരെ വ്യക്തമായിട്ടുള്ള ഇടതുപക്ഷ നിലപാടുള്ള ഒരു വ്യക്തിക്കും ഒരു പ്രസ്ഥാനത്തിനും ഈ ബില്ലിനെ, അതായത് ലോകായുക്തയുടെ കൈകളും കാലുകളും മുറിച്ച് കളഞ്ഞ ആ സംവിധാനത്തെ അംഗീകരിക്കാനായിട്ട് പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അവരുടെ ആദർശാത്മകമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുടെ അടിസ്ഥാനം അതിപ്പോൾ ഉണ്ടോ ആദർശം? അത് മറ്റൊരു പ്രശ്നമാണ്. മറ്റൊരു പ്രശ്നമാണ്. അത് വേറെ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. നായനാർ ഇത് കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് പറഞ്ഞത്? കുരയ്ക്കാൻ മാത്രമല്ല കടിക്കാനും പ്രാപ്തിയുള്ളതായിട്ടുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാകുന്നു എന്നാണ് പ്രഖ്യാപിച്ചത്. ആ കടിക്കൽ വേണ്ട, കുരച്ചാൽ മാത്രം മതി എന്ന പൊതുവായിട്ടുള്ള ഭരണവർഗ സിദ്ധാന്തം നടപ്പിലാക്കപ്പെട്ടു എന്ന് മാത്രമേ ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഈ കയ്യൊപ്പിന് അർത്ഥമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, കേന്ദ്രത്തിന് ചെയ്യാമായിരുന്നൊരു കാര്യമുണ്ട്. കാരണം ഇത് നമ്മൾ 2-3 മാസമായുള്ളൂ ബില്ലുകൾ അയച്ചിട്ട്. വളരെ പെട്ടെന്ന് ലൈറ്റ്നിങ് ഫാസ്റ്റായിട്ട് ഇത് വന്നു. സാധാരണ പറയുന്നത് രാഷ്ട്രപതിക്ക് ഒരു ബില്ല് അയച്ചു കൊടുത്താൽ അതിൻ്റെ കാര്യം തീരുമാനമായി ഉടനെ എങ്ങും വരില്ല എന്ന് പറഞ്ഞത്. പക്ഷേ അസാധാരണമായ വേഗത്തിൽ വളരെ പെട്ടെന്ന് ഗവർണർ അയച്ചു, 2-3 മാസത്തിനുള്ളിൽ തീരുമാനം വന്നു. അത് ഈ മിന്നൽ വേഗത്തിന് മിന്നൽ പിണറായി എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഇത് വന്നതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഒരു അന്തർധാര ഉണ്ടാകുമോ? അല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ്, ദുരിതാശ്വാസ നിധി അത് വകമാറ്റി ചെലവഴിച്ചു എന്ന് പറയുന്ന കേസ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഹൈക്കോടതിയിലേക്കൊക്കെ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോയി അതൊരു വിഷമസന്ധിയിലേക്ക് എത്തിയതിന് ശേഷം ഈ തീരുമാനം വന്നതുകൊണ്ട് ഗുണമുണ്ടാവില്ല. അതിന് മുമ്പ് വന്നു. അതെ, അതിന് മുമ്പ് അത് വന്നു. സ്വാഭാവികമായിട്ട്. സ്വാഭാവികമാണോ? സ്വാഭാവികമല്ലല്ലോ. എല്ലാ കാര്യങ്ങളിലും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം, മോദിക്ക് പിണറായിക്ക് മോദിയുണ്ട്. അല്ല, നമ്മൾ പല കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, മോദി പിണറായി എന്ന് പറയുന്ന 2 വാക്ക് മാറ്റിയിട്ട് ഭരണവർഗം എന്ന നിലയ്ക്ക് നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് അപകടകരമല്ല എന്ന് തോന്നും. പക്ഷേ മോദിയും പിണറായിയും തമ്മിലാണ് ഈ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് യാതൊരു മാർഗമുണ്ടാവില്ല. മോദിയും പിണറായിയും തമ്മിലല്ല എന്ന് വേറൊരു കഥയുണ്ട്. പിണറായിയും ഗഡ്കരിയും തമ്മിലാണെന്നൊരു കഥയുണ്ട്. അടുത്തിടയ്ക്ക് ഒരു വിവരം പുറത്തു വന്നിരുന്നു. ഗഡ്കരി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ക്ലിഫ് ഹൗസിൽ വിരുന്ന് കൊടുത്തിരുന്നു പിണറായി എന്നൊരു കഥ പരക്കുന്നുണ്ട്.
അല്ല, നേരത്തെ മുതൽ ഉള്ളതാണ്. അവരെല്ലാം തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള നല്ല ബന്ധങ്ങളാണ്. അവരവർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിക്കാനായിട്ട് ഉള്ളൊരു മനസ്സ്. നിശബ്ദനാണെങ്കിലും അതിശക്തനാണ് ഗഡ്കരി. അതെ, അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് നമ്മൾ റോഡ് വിഷയത്തിൽ പോലും ഇത്തരം കാര്യങ്ങളുടെ ഒരു രൂപ പോലും സംസ്ഥാന സർക്കാർ മുടക്കാതെ 100% മുടക്കി കേന്ദ്രം റോഡ് പണിയുന്നത് കേരളത്തിന് വേണ്ടി മാത്രമാണ്. അല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ സ്ഥലമെടുത്ത് കൊടുത്തു എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ അതില്ലേ. അതിൽ 50% കൊടുക്കാന്ന് പറഞ്ഞു. അല്ല, അത് പിന്നെ അതിന് പൈസ ഇല്ലെന്ന് പറഞ്ഞു. 25% പൈസ തരാനില്ലെന്ന് പറഞ്ഞു. എങ്കിലും ആ പണം കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറായി. പണം കൊടുക്കാൻ തയ്യാറായി എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന പദ്ധതിയുടെ കാര്യത്തിലാണ്. പണം കൊടുക്കാനായിട്ട് പറ്റുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ശരിയാണ്. അല്ല, ഗഡ്കരിയോട് പറഞ്ഞു ആദ്യം പകുതിയെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 25% പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നോക്കണം, ഗഡ്കരിയോട് പറയുകയാണ് സംസ്ഥാന സർക്കാർ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിയുടെ മരുമകൻ, 25% തരാനും ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ ഗഡ്കരി പറയുന്നു വേണ്ട, എൻ്റെ കയ്യിൽ കാശുണ്ട്. ഇത് വേറൊരു സംസ്ഥാനത്തോടും ചെയ്തിട്ടില്ല ഗഡ്കരി. അല്ല, എന്തായാലും നമ്മുടെ ഈ നാഷണൽ ഹൈവേയുടെ വരവിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം നല്ല റോഡ് ഉണ്ടാവട്ടെ. കാരണം എനിക്ക് തോന്നുന്നു 77 മുതൽ ആരംഭിച്ച നമ്മളുടെ റോഡ് പ്രവർത്തനം സാക്ഷാത്കരിക്കാൻ പോകണം. ഏതാണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു കണ്ണൂർ കാസർഗോഡ് റോഡ് എന്ന് പറയുന്നത് തുറന്നു കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് എത്തിച്ചേർന്നത് ഇത്തരത്തിലുള്ള നല്ല ബന്ധങ്ങൾ കൊണ്ട് ആകാം. അല്ല, ഞാൻ അതിനകത്ത് പറയുന്നത് ഇവിടെ ഈ CPM വിരുദ്ധരായിട്ടുള്ള ആളുകൾ പറയുമല്ലോ, കേന്ദ്രത്തിൻ്റെ കാശ് കൊണ്ട് ബോർഡുണ്ടാക്കും, മരുമോൻ്റെ ഫ്ലക്സ് വെക്കുമെന്ന്. ഫ്ലക്സ് വെക്കാൻ അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരു നയാ പൈസ പോലും മുടക്കാതെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇത് നേടിയെടുക്കാൻ കാട്ടിയ ഒരു സാമർഥ്യം, അതിന് ബോർഡ് വെക്കേണ്ടതാണ്. അതും പറഞ്ഞായിരിക്കണം ബോർഡ് വെക്കേണ്ടത്. ആയിരിക്കാം, മറ്റു രീതിയിൽ വെക്കരുത്. മനസ്സിലായ അല്ല, ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇടപെടലാണ്, നല്ല ഇടപെടലുണ്ട്, നല്ല ഇടപെടലാണ്. അതിനകത്ത് നമ്മൾ തമാശയാക്കണം, സീരിയസ് ആയിട്ടും പറയാം. അല്ല, നല്ല ഇടപെടൽ. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ, ആ ഇടപെടലിന് അവർ പറയുന്നത് ആ ഇടപെടൽ കൊണ്ട് സൗജന്യമായി നാഷണൽ ഹൈവേ പണിത് കിട്ടുന്നു. അല്ല, ഏത് രീതിയിലായി കഴിഞ്ഞാലും ഈ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പാതയാണ്. അത് സാക്ഷാത്കരിക്കപ്പെടുന്നതിൽ എന്ത് ഇടപെടൽ നടന്നാലും അത് അഭിനന്ദനം അറിയിക്കുന്നത്. ഒരു പൈസ ഇല്ലാതെ സാധിച്ചെടുത്തതിന് അഭിനന്ദിക്കാം, ബോർഡ് വെക്കാം, ഫ്ലക്സ് വെക്കാം, ക്രെഡിറ്റ് എടുക്കാം, ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും. ഏതായാലും ഗവർണറുടെ പ്രതികരണം വന്നിട്ടില്ല. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷ കക്ഷികൾ പോലും CPM പ്രത്യേകിച്ച് ഗവർണർ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, CPM പറയും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം CPM ആഗ്രഹിച്ച ഒരു കാര്യമാണ് നിർവഹിക്കപ്പെട്ടത്. രാവിലെ നിയമമന്ത്രി രാജീവിൻ്റെ പ്രതികരണം ഞാൻ കണ്ടു. അപ്പം മിക്കവാറും ഗവർണർ രാജിവെക്കണം എന്ന് പറയുമെന്ന് ഞാൻ കരുതി, പറഞ്ഞില്ല. അല്ല, അത് വളരെ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ എന്തിനാണ് താർക്കണം? ഗവർണർ പുറത്ത് കിടന്നോട്ടെ. അതെ, ഗവർണർ ഈ ഒച്ചപ്പാടും ബഹളങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഞങ്ങൾ ഭംഗിയായി നടത്തുന്നതെന്ന് അങ്ങ് കണ്ടോളൂ എന്ന സന്ദേശമായിരിക്കും. ആരിഫ് മുഹമ്മദ് ഖാനോട് കേന്ദ്ര സർക്കാരിന് കുറച്ചുകൂടെ കരുണ കാണിക്കാമായിരുന്നു. ഒരു വർഷമെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ബില്ല് പാസ്സാക്കി വിട്ടാൽ മതിയായിരുന്നു. എത്ര വേണമെങ്കിലും രാഷ്ട്രപതിക്ക് താമസിപ്പിക്കാമായിരുന്നു. തമോഹർദ്ദത്തിൽ പോകുന്നതാണ് സാധാരണ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകൾ തിരിച്ചു വരാറില്ല. പിന്നെ ഇതിനകത്ത് കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ഒരു വിശദീകരണം, ലോക്പാൽ നിയമത്തിലെ അതേ വ്യവസ്ഥകളാണ് ഈ ബില്ലിലുള്ളത്. അതായത് ലോക്പാൽ എന്നതിന് കേന്ദ്ര കഴിഞ്ഞ ദിവസമാണ് ലോക്പാലിലേക്ക് ഈ വിഷയം നമ്മൾ സുപ്രീം കോടതിയിലേക്ക് വന്നാൽ ആ ലോക്പാൽ ബില്ലിനനുസരിച്ച് ഇത് പാകപ്പെടേണ്ടതുണ്ട്. ലോക്പാൽ ബില്ല് പ്രകാരം നമ്മൾ അക്കൂട്ടത്തെ ഇതുകൂടെ പറയാം. ലോക്പാൽ നിയമപ്രകാരം ലോക്പാൽ കുറ്റക്കാരനെന്ന് കണ്ടാൽ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടതില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും രാജിവെക്കേണ്ടതില്ല. പിന്നെ എന്തിനായിരുന്നു ഈ ബഹളം മുഴുവൻ? അതെ, നേരത്തെ പറഞ്ഞ ഒരു പ്രത്യേക ആദർശത്തിന്റെ പുറത്ത് രൂപപ്പെടുത്തിയിരിക്കുന്ന നായനാർ കൊണ്ടുവന്ന CPM കൊണ്ടുവന്ന ഒരു സിംഹത്തിന്റെ പല്ലും നഖവും എന്തിനും പറിച്ചു എന്ന ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ കാരണം ഇതാണ്. നമ്മളുടെ ഒരു നേരത്തെ ഇടതുപക്ഷമൊക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ പല്ലും നഖവുമാണ് യഥാർത്ഥത്തിലൂടെ പിഴുതെടുക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട. മാതൃഭൂമി കണ്ടാൽ മനോഹരമായിരിക്കുന്നു. ഈ വാർത്ത കൊടുത്തിരിക്കുന്നു, ലോക്പാലിൻ്റെ പല്ല് പറിച്ചു എന്ന വാർത്ത കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് മറ്റോ പിടിച്ച ആ കടുവയുണ്ടല്ലോ, അതിൻ്റെ വായിൽ ഒറ്റ പല്ലുമില്ലായിരുന്നു, അതിൻ്റെ ഫോട്ടോ. അതാണ് ഇന്ന് മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച പത്രം മനോജ് കെ ദാസ് എന്നുള്ള പുതിയ എഡിറ്റർ വന്നതിന് ശേഷം മാതൃഭൂമി സ്ട്രൈക്ക് ചെയ്തൊരു പത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് മനോഹരമായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഉള്ള നമുക്ക് നേരത്തെ നല്ലൊരു കാർട്ടൂണിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അത് തിരിച്ചു വരുന്നതിന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വളരെ സഹായകരമായി തീരും. വലിയ പ്രചോദനം അതിന് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ ഒരു കാര്യമുണ്ട്. ഭരണവർഗം എന്ത് കാണിച്ചാലും പിടിക്കാൻ ഒരു വഴിയുമില്ല.
അല്ല, ഭരണവർഗം എന്ന് പറയുന്നത് അതാണ് എന്ന് പുതിയ ജനാധിപത്യ കാലത്ത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ജനാധിപത്യത്തെ ഒരിക്കലും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ നല്ല ഗ്ലൗസ് ഇട്ട ഏകാധിപത്യമായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ അപകടം. പഴയൊരു സിനിമയിൽ വില്ലൻ ഉണ്ടായിരുന്നു, സ്വഭാവ സുന്ദരനായ വില്ലൻ എന്ന് പറയുന്നത് പോലെ സുന്ദര വില്ലന്മാർ നമ്മളെ ഭരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.